ഇപ്പോൾ ഈ അഭിമന്യു കേസിൽ തന്നെ എനിക്ക് തോന്നുന്നു 26 പ്രതികളിൽ 16 പേരെ മറ്റാണ് ഇന്ന് ഹാജരായിട്ടുള്ളത്. ബാക്കി 10 പേര് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ഇൻറ്റൻസോട് കൂടി തന്നെ മാത്രമായി. ഇത്തരം കേസുകളിലാണ് ഈ ഡിലേ ടാക്ടിക്സ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രോസിക്യൂഷനെ ദുർബലമാക്കാനുള്ള ഒരു തന്ത്രമായിട്ട് തന്നെ കാണാൻ കഴിയും. ഒരു പൊളിറ്റിക്കൽ ക്രിമിനൽസിനും കുറ്റബോധം അവർ ജയിലിൽ കിടക്കുന്ന കാലത്ത് ഉണ്ടാവാറില്ല. ഒന്നും മതത്തിന് വേണ്ടി കൊലപാതകം നടത്തിയ ആളുകൾക്കും റിപ്പൻഡൻസ് ഉണ്ടാവും നിങ്ങൾ വിചാരിക്കും. കൊന്നവനെ പിടിച്ചു കഴിഞ്ഞാൽ ആ അവിടെ കൊണ്ട് അവസാനിക്കുക. പുറകിലേക്ക് പോകാൻ ഒരു ഭരണകൂടം തയ്യാറായി ഞാൻ കണ്ടിട്ടില്ല. ഇത് ഭരണകൂടത്തിൻ്റെ അറിയാത്ത. നമസ്കാരം. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകനായിരുന്ന അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ ഇന്ന് കോടതിയിൽ 16 പ്രതികളും ഒന്നിച്ച് ഹാജരായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 8 വർഷം നീണ്ട വിചാരണയ്ക്കിടെ ഇത് 2ാം തവണ മാത്രമാണ് പ്രതികളെല്ലാവരും ഒന്നിച്ച് ഹാജരാവുന്നത്. അതും വിചാരണ കോടതിയുടെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ പ്രതികളെല്ലാവരും ഹാജരായത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അകാരണമായി ഈ കേസിന്റെ വിചാരണ ദീർഘിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണോ പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളൊരു സംശയം ന്യായമായും ഉദിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്ന നിയമവിദഗ്ധനും അഭിഭാഷകനുമായ MS സജി സാറാണ്. സാർ, ഇപ്പോൾ ഈ അഭിമന്യുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വിചാരണ ദീർഘിപ്പിക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിരിക്കുകയാണ് അല്ലെ? അപ്പോൾ ഇത് എങ്ങോട്ടായിരിക്കും ഇതിൻ്റെ ഒരു പോക്ക്? തീർച്ചയായിട്ടും അത് പ്രോസിക്യൂഷനെ ദുർബലമാക്കാനുള്ള ഒരു തന്ത്രമായിട്ട് തന്നെ കാണാൻ കഴിയും. അഭിമന്യു കേസിൽ മാത്രമല്ല, കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട കേരളത്തിൻ്റെ മനസാക്ഷിയെ തന്നെ ഉലച്ചു കളഞ്ഞിട്ടുള്ള പല കേസുകളിലും ഈ ഡിലേ ടാക്ടിക്സ് നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഉദാഹരണമായി തലശ്ശേരി ഷുഹൈബ് വധക്കേസ് 2015 ആ സംഭവം എന്നാണ് എൻ്റെ ഓർമ്മ. അത് പിയുടെ വിചാരണ ആരംഭിച്ചു. വീണ്ടും ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് കോടതി മാറ്റാനും മറ്റുമായിട്ടൊക്കെ പ്രതിഭാഗം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇത് സ്റ്റേ ചെയ്ത് കിടക്കുകയാണ് വീണ്ടും. ഇതിനു മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിലെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട കേസാണ് ജോസഫ് മാഷയുടെ കൈവെട്ടി മാറ്റിയ കേസ്. അതും വർഗീയ സംഘടനകളുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു അതിൻ്റെ അകത്തുണ്ടായത്. ഒരു ഭാഗം പ്രതികളെ അതിൻ്റെ അകത്ത് ശിക്ഷിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. കുറേ എനിക്കൊന്നും അവരുടെയൊക്കെ ശിക്ഷാ കാലാവധി തന്നെ ഒരു പക്ഷേ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അത്രയധികം മുമ്പ് തന്നെ ആ കേസിൽ ശിക്ഷിച്ചു. അതിൻ്റെ അകത്തൊരു പ്രതി, എനിക്കൊന്ന് പ്രധാനപ്പെട്ട ഒരു പ്രതി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പോലീസിൽ കീഴടങ്ങുകയും ഇപ്പം CBI കോർട്ടാണ് ആ കേസ് ട്രൈ ചെയ്യുന്നത്. CBI കോർട്ടിൽ ആദ്യം മുതലേ തുടങ്ങണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിഭാഗം പ്രതികളോ ഒരു പ്രതിയോ ഏതാനും പ്രതികളോ കോടതിയിൽ ഹാജരായിരിക്കും. ആ കേസിനെ സ്പ്ലിറ്റ് ചെയ്യും, വേർതിരിക്കും. അവൈലബിൾ ആയിട്ടുള്ള പ്രതികളെ വിസ്തരിക്കും. അവൈലബിൾ ആയിട്ടുള്ള പ്രതികളെ വിസ്തരിച്ചിട്ട് വിധി പറയും. അപ്പോഴും മറ്റവന്മാർ രംഗത്ത് വരണമെന്നില്ല. ഈ ഒളിച്ചു നടക്കുന്ന പ്രതികളോ വിദേശത്ത് പോയ പ്രതികളോ മറ്റു പല രീതിയിലും വിചാരണ നടപടികളിലും രക്ഷപ്പെട്ട് കിടക്കുന്ന പ്രതികളോ വരണമെന്നില്ല. ഇവർ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ ഇതേ വിചാരണ ആദ്യം മുതൽ വീണ്ടും തുടങ്ങിയാണ്. എല്ലാ സാക്ഷികളെ ഇതേ രേഖകൾ വെച്ചിട്ട് വീണ്ടും കോടതി ഇതേ ജോലി ചെയ്യുകയാണ് വർഷങ്ങൾക്ക് ശേഷം. അന്ന് സ്വാഭാവികമായിട്ടും ആദ്യം വിസ്തരിക്കുന്ന ജഡ്ജി ആവണമെന്നില്ല, ആവാൻ സാധ്യതയില്ല. വർഷങ്ങൾക്ക് ശേഷം ആ ജഡ്ജി 3 വർഷത്തേക്കാണല്ലോ ഒരു ജഡ്ജിയുടെ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ജഡ്ജിക്ക് മനസ്സിലായ സംഗതി രണ്ടാമത് വരുന്ന ജഡ്ജിക്ക് ഉൾക്കൊള്ളണമെന്നില്ല. സാഹചര്യം അങ്ങനെയാണ്. പിന്നെ പ്രധാനപ്പെട്ട സംഗതി, ആദ്യം വിസ്തരിച്ച സാക്ഷികൾ എത്ര പേര് രണ്ടാമത്തെ വിചാരണ വേളയിൽ ഉണ്ടാകുമെന്നുള്ളത് ഇവിടെ നോക്കേണ്ടതാണ്. പലരും മരിച്ചു പോയിട്ടുണ്ടാവും, പലരും ബെഡ് റിഡൺ ആയിട്ടുണ്ടാവും, ചില ആളുകൾ സംഭവം തന്നെ മറവിയിലേക്ക് പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ അഭിമന്യു കേസിൽ തന്നെ എനിക്ക് തോന്നുന്നു 26 പ്രതികളിൽ 16 പേരെ മറ്റാണ് ഇന്ന് ഹാജരായിട്ടുള്ളത്. ബാക്കി 10 പേരെ അവിടെ. അപ്പോൾ ഈ 16 പേരുമായി ഇനി വിചാരണ നടപടി മുന്നോട്ട് പോയി എന്ന് അങ്ങ് വിചാരിക്കുക. അവരെ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, എന്തു സംഭവിക്കാം. പിന്നീട് ഈ 10 പേർക്ക് വേണ്ടി വീണ്ടും വരും. ഏതോ ഒരു കാലത്ത് വീണ്ടും വിചാരണ നടത്തണം. അന്ന് ഈ ജഡ്ജി ആവാൻ സാധ്യത കുറവാണ്. അന്നും ഇതേ സാക്ഷികൾ, ഇതേ തൊണ്ടി മുതലുകൾ, ഇതേ രേഖകൾ, ഇതേ തെളിവുകൾ, ഇതൊക്കെയാവുന്ന ആവശ്യം. ഇത് മുഴുവൻ വീണ്ടും ഈ കോടതിയുടെ മുന്നിൽ കൂടെ പ്രൊസീജിയറായിട്ട് പോവുകയാണ്. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ വിചാരണ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇത്തരം സെൻസേഷണൽ കേസിലൊക്കെ ധാരാളം സാക്ഷികളുണ്ടാവും. അപ്പോഴും സംഭവിക്കാൻ പോകുന്നത് ഈ 16 പേരിൽ ഇനിയിപ്പോൾ ഈ 26 ബാക്കിയുള്ള 10 പേരിൽ എല്ലാവരും ഒന്നിച്ച് കിട്ടണമെന്നില്ല. ഓരോരുത്തരേക്കായിരിക്കും കിട്ടുക. അപ്പോൾ അവർക്ക് വേണ്ടി വേറെ വിചാരണ നടത്തണം, വീണ്ടും കേസ് സ്പ്ലിറ്റ് ചെയ്യണം. അങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകൽ എന്ന് പറയുന്നത് ഒരു വലിയ ഡിലേ ടാക്ടിക്സാണ്. പലപ്പോഴും ജുഡീഷ്യറി പോലും നിസ്സഹായമാവുന്ന ഒരവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കുകയായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്തരം ഈ കേസുകളിലൊരു പ്രത്യേകത ശ്രദ്ധിച്ചാൽ, ഒന്നുകിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളായിരിക്കും, അല്ലെങ്കിൽ മതപരമായ കാരണങ്ങളാൽ ജോസഫ് മാസ്റ്ററുടെ കേസിൽ ചെയ്ത മതപരമായ കാരണങ്ങൾ പ്ലാൻ ചെയ്യപ്പെട്ട കൊലപാതകങ്ങളായിരിക്കും.
അല്ലെങ്കിൽ മതവും രാഷ്ട്രീയവും സംയുക്തമായി നടത്തിയ, രണ്ടും ലയിച്ചു ചേർന്ന് നടത്തിയ ഓർഗനൈസേഷൻ, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ഇൻറ്റൻഷനോട് കൂടി തന്നെ മർഡർ ആയിരിക്കും. ഇത്തരം കേസുകളിലാണ് ഈ ഡിലേ ടാക്ടിക്സ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ സംഘടിതമായ ഒന്നുകിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഓർഗനൈസേഷൻ ശക്തിയുണ്ട്, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ പിന്തുണയുണ്ട്. പ്രത്യേകിച്ച് വർഗീയത തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഫനറ്റിക്കായ ആളുകൾ ഏത് തലത്തിലേക്കും പോകും. അവരുടെ നിന്നൊക്കെ ധാരാളം ഫണ്ടുകളും ഉണ്ടെന്നാണ് നമ്മൾ കാണുന്നത്, ധാരാളം ഫണ്ടുകളുണ്ട്. അപ്പോൾ അഭിഭാഷകരെയൊക്കെ നല്ല അഭിഭാഷകരെയൊക്കെ ഹയർ ചെയ്യാനും ഡിഫെൻഡ് ചെയ്യിക്കാനും കാലങ്ങൾ നീട്ടിക്കൊണ്ടു പോകാനും അവരെ സംബന്ധിച്ചോളം അവരുടെ കൂടെ ഈ പൊളിറ്റിക്കൽ ഐഡിയോളജി മാത്രമല്ല, ഈ ഫണ്ടമെൻ്റൽ റിലീജിയസ് ഐഡിയോളജി മാത്രമല്ല, ധാരാളം ഫണ്ടും കൂടിയുണ്ട്. കാരണം ഈ മർഡറുകൾക്കൊക്കെ ഇവരുടെ പിന്നിൽ ഇവർക്ക് ന്യായീകരണങ്ങളുണ്ട്. സാധാരണ ഞാൻ മുമ്പേ പറഞ്ഞ മാതിരിയുള്ള ഈ പൊളിറ്റിക്കൽ, മതപരം, രാഷ്ട്രീയം, മതവും രാഷ്ട്രീയവും കലർന്ന കാരണങ്ങളാലുള്ള അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇവർക്ക് ന്യായീകരിക്കുന്ന ഒരുപാട് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻസ് അവർക്ക് എപ്പോഴും ഉണ്ട്. അത്തരം പ്രതികൾ ഒരിക്കലും ഇതിൽ നിന്ന് റിപ്പൻറ്റ് ചെയ്യുന്നില്ല, ഇതിനെക്കുറിച്ച് കുറ്റബോധപ്പെടുന്നില്ല. അത് അവരുടെ ഒരു ഡ്യൂട്ടിയാണ്. എൻ്റെ സംഘടനയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു പണിയാണ്, എൻ്റെ മതത്തിന് വേണ്ടി ഞാൻ ചെയ്തൊരു പണിയാണ്, അല്ലെങ്കിൽ എൻ്റെ മതവും സംഘടനയും കൂടി തളർന്ന് എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഫിലോസഫിക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു ജോലിയാണ് എന്നെയും മരിക്കുന്നവരെ കരുതില്ല. അതുകൊണ്ട് ഇവർക്കൊരു റിമോഴ്സ്, ഒരു റിപ്പൻറ്റൻസ്, ഒരു റിഗ്രറ്റ്, ഇതൊരിക്കലും ഈ വിഭാഗത്തിലെ ഒരു പൊളിറ്റിക്കൽ ക്രിമിനൽസിനും കുറ്റബോധം അവർ ജയിലിൽ കിടക്കുന്ന കാലത്ത് ഉണ്ടാവാറില്ല, ഒന്നുമില്ല. മതത്തിന് വേണ്ടി കൊലപാതകം നടത്തിയ ആളുകൾക്കും റിപ്പൻറ്റൻസ് ഉണ്ടാവും നിങ്ങൾ വിചാരിക്കേണ്ട. അത് വ്യക്തിപരമായ കൊലപാതകങ്ങൾ, സുഹൃത്തുമായിട്ട് ആക്രമിക്കുന്നു, കുടുംബക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, അയൽവാസികൾ തമ്മിലുണ്ടാകുന്ന, സ്വാഭാവികമായി നാട്ടിൽ കിടക്കുന്ന, അവരൊക്കെ ഒരുപാട് പ്രതികളും പശ്ചാത്തപിച്ചിട്ട് വളരെ തകർന്ന ജീവൻ നയിക്കുന്നത് ഒരു അഭിഭാഷകം എന്നല്ല ഞാൻ പലവണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഓർഗനൈസ്ഡ് ആൻഡ് പ്ലാൻഡ് മർഡേഴ്സിന്, വിശേഷിച്ച് അതിൻ്റെ പിന്നിൽ മതവും രാഷ്ട്രീയവുമാണ് അതിൻ്റെ പിന്നിലെ കാരണമെങ്കിൽ ഈ വ്യക്തികൾ ആ കൊല ചെയ്ത അതേ മാനസികാവസ്ഥയിൽ തന്നെയാണ് അവസാനം വരെയോ മരണം വരെ ഉണ്ടാവുക. അപ്പോൾ ഇത് ജുഡീഷ്യറിക്ക് പക്ഷേ എന്ത് ചെയ്യാനാവും? അഭിഭാഷകരും പ്രതികളും ഒക്കെ കൂടി നടത്തുന്ന, അവരുടെ സംഘടന നടത്തുന്ന ഒരു കൃത്യമായ പ്ലാനിങ്ങിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഷുഹൈബ് വധക്കേസൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ പൊളിറ്റിക്കൽ മർഡറാണ്. ഇപ്പം നമുക്ക് നീതി കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ ഒരു സങ്കല്പമുണ്ട്. സത്യത്തിൽ ഒരു യുവാവോ ചെറുപ്പത്തിലുള്ള ഒരു വിദ്യാർത്ഥിയോ ഒക്കെ കൊലപ്പെട്ട് കഴിഞ്ഞാൽ മാതാപിതാക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ മരണം വരെ ആ വേദനിപ്പിക്കുന്ന ഓർമ്മയെ ജീവിക്കുകയാണ്. നീതി കിട്ടുക എന്നൊക്കെ പറയുന്നത് സങ്കല്പം മാത്രമാണ്. ഈ അഭിമന്യു കേസിൽ തന്നെ കോടതിയിൽ വെച്ച് രേഖകൾ നഷ്ടപ്പെട്ട മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല. പണ്ട് ചർച്ച നമ്മളത് പറഞ്ഞതാണ്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ അത് റീക്രിയേറ്റ് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു എവിഡൻസ് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ എവിഡൻഷ്യറി വാല്യൂ വളരെ കുറയും. രണ്ട്, കോടതിയിലൊക്കെ ഇരിക്കുന്ന രേഖകളോ അതിൻ്റെ ബന്ധപ്പെട്ട തെളിവുകളോ എന്തും ആയിക്കോട്ടെ, അതെങ്ങനെയാണ് കോടതിയിലുള്ള ആളുകളുടെ സഹായമോ പ്ലാനിങ്ങോ തീരുമാനമോ ഇല്ലാതെ നഷ്ടപ്പെടുന്നത്? ഒരിക്കലും നടക്കില്ല. അപ്പോൾ ഇത്തരം പൊളിറ്റിക്കൽ മർഡേഴ്സിൻ്റെയും മതപരമായ കാരണങ്ങളുടെ മർഡേഴ്സിൻ്റെയും പിന്നിലുള്ള ശക്തികളുടെ വേരുകൾ എവിടം വരെ എത്തി എന്നുള്ളത് നമ്മൾ വളരെ അമ്പരപ്പിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം എല്ലാ മർഡേഴ്സിലും പലപ്പോഴും ടി പി ചന്ദ്രശേഖരൻ അടക്കമുള്ള മർഡർ കേസുകളൊക്കെ തന്നെ കൊന്നവനെ പിടിച്ചു കഴിഞ്ഞാൽ ആ അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. പുറകിലേക്ക് പോകാൻ ഒരു ഭരണകൂടവും തയ്യാറായി ഞാൻ കണ്ടിട്ടില്ല. ഇത് ഭരണകൂടത്തിനെന്ത് അറിയാത്തതാണ്. ഇവിടുത്തെ ഇൻ്റലിജൻസ് സംവിധാനമുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങളുള്ള ഈ സ്റ്റേറ്റിന് ഇത് അറിയാത്തതുണ്ട്. പക്ഷേ എപ്പോഴും മുന്നിൽ നിന്ന് ഈ ആക്ഷൻ നടത്തുന്ന ആളുകളിലേക്ക് ഈ അന്വേഷണം അവസാനിപ്പിക്കുകയും അവരെ കുറച്ചു കാലം, പിന്നെ ഈ പൊളിറ്റിക്കൽ മർഡേഴ്സിലൊക്കെ പിന്നെ ഈ പരോളൊക്കെ ഒരു വലിയ അവകാശമാണല്ലോ, നമ്മൾ കണ്ടതല്ലേ പല കേസുകളിൽ നിന്നും. ഈ ജയിലിൽ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ കാലം പരോളിൽ കിടക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു നാടകമായി, ഗിമ്മിക്സായി ഇത് മാറുകയാണ്. പൊളിറ്റിക്സും മതവും ഉൾപ്പെടുന്ന ക്രൂരമായ കുറ്റകൃത്യങ്ങളിലെ ശിക്ഷയും അതിനുള്ള നടപടികളും ഒക്കെ തന്നെ ശിക്ഷിച്ചാൽ പോലും ഒരു തമാശയാക്കി മാറുകയാണ്. പലപ്പോഴും യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ നിന്ന് ചെയ്യിച്ച ആളുകളെ തൊടാൻ പോലും കഴിയാത്ത രീതിയിൽ ഏത് പാർട്ടിയും ഭരിച്ചോട്ടെ എസ്റ്റാബ്ലിഷ്മെൻ്റ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒന്നാം തരം നീതിരാഹിത്യത്തിൻ്റെ തെളിവുകളാണ്. അനന്തമായ നീട്ടിക്കൊണ്ടുപോകൽ. ഇപ്പോൾ തന്നെ അഭിമന്യു കേസിൽ 8 വർഷം പിന്നിട്ടിരിക്കുന്നു. അവിടുന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ 10-28 വയസ്സുള്ള ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കേണ്ട പ്രായമായി. ആലോചിച്ച് നോക്കൂ, നമ്മളെ ഓർമ്മ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി മാത്രമാണ്. അപ്പോൾ അതെന്തുമാത്രം വേദനിപ്പിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഈ സൊസൈറ്റി മൊത്തം ഓർഗനൈസേഷനിലായിട്ട്, മതപരവും രാഷ്ട്രീയപരവും ഫനറ്റിക്കലുമായിട്ടുള്ള ഓർഗനൈസേഷനിലായിട്ട് കൂടുതൽ ക്രിമിനലിൽ വരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ദുഃഖ സത്യത്തെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതിനെ ചെക്ക് ചെയ്യണം.
അതിനെ വേണ്ട രീതിയിൽ നിലക്ക് നിർത്തുവാനുള്ള ഒരു സ്ട്രെങ്ത്, ഒരു കപ്പാസിറ്റി ഏതു രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചാലും ഈ ഭരണകൂടം കാണിക്കാറില്ല. അവരിവരുമായിട്ട് കോംപ്രമൈസിന് പോവുകയാണ് ചെയ്യുക. വോട്ടിൻ്റെ കാര്യത്തിലായാലും മതത്തെ പ്രീതിപ്പിക്കുന്ന കാര്യത്തിലായാലും ശരി ഒക്കെ തന്നെ അവസാനം ഒരു ഇലക്ട്രലായിട്ടുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കോംപ്രമൈസിങ് ലൈനിലേക്ക് ഈ ഭരണകൂടവും മാറുന്നു, രാഷ്ട്രീയ പാർട്ടികളും മാറുന്നു എന്നുള്ളത് തന്നെ ശാശ്വതമായി നമ്മുടെ സമൂഹം കൂടുതൽ അരക്ഷിതമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്.